വൺ ഓഫ് ദ ബെസ്റ്റ് ബാലയ കാട്ടവരാതമാണ് 2021 റിലീസായ അഖണ്ഡ. എത്ര ഏജ് കുറവാണെങ്കിലും മൂപ്പിലാണ് ഡബിൾ റോൾ നിർബന്ധ. പൊട്ടിക്കൽ സ്പോട്ടിന് നിർബന്ധമായിട്ട് തന്നെ ആദ്യം തന്നെ ഒരു മിലിറ്ററി ഓപ്പറേഷനാണ്. പള്ളിപ്പെരുന്നാളിന് മേടിച്ചൊരു ബൈനോക്കുലർ നോക്കിക്കൊണ്ട് മുഖത്ത് കരിയും പൂശിയൊരു കൊണാപ്പൻ കുറെ ഇലയും തലേ തിരികി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതാ നോക്കൂ, വീരപ്പനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഗ്യാങ് അവിടെ കാട്ടിൽ കൊണർത്തിക്കൊണ്ടിരിക്കുന്നു. ഓഫീസറെ കണ്ടതും അവന്മാര് പൊട്ടിക്കാൻ തുടങ്ങി. മരത്തിനിടയിലും കാലിനിടയിലും മാറി മാറി വെടിയേപ്പ്. റോക്കറ്റ് ഇടുന്നതിനിടയ്ക്ക് കാല് മാറിപ്പോയി സ്വന്തം കാലെടുത്തന്നെ കൊടുത്തു ഒരെണ്ണം. റോക്കറ്റ് പൊട്ടിക്കൊണ്ട് ആ കനാലിൽ വീണു. പപ്പും തോടെയായിട്ട് അയാൾ നേരെ പോയത് അവിടുത്തെ ആശ്രമത്തിലേക്ക്. മുന്നിൽ കണ്ട സ്വാമിയുടെ കഴുത്ത് കയറി പിടിച്ച് അവനോട് കുണ്ടി കുത്തിയിരുന്നു. അങ്ങനെ ആ ഗുണ്ട അവിടുത്തെ സ്വാമിയായി. ഈ കൊണച്ചാൽ അതവിടെ നിർത്തി പിന്നെ കാണിക്കുന്നത് ഒരു ബംഗ്ലാവ്. ഒരമ്മച്ചിക്ക് 2 ഇരട്ട കുഞ്ഞുങ്ങൾ പറഞ്ഞു. അപ്പോൾ ഏതൊരു ഗുദാവിന്ന് ഒരു സ്വാമി ഇവിടെ എഴുന്നള്ളി. 2 കുഞ്ഞുങ്ങളെ കിട്ടിയില്ലേ, ഒരെണ്ണത്തിന് എനിക്ക് തരുമെന്ന് അയാൾ. മേടിച്ചു കഴിഞ്ഞാൽ വളർത്തണം. ഇയാൾ എന്ത് ചെയ്തു, നടന്ന് റെയിൽവേ സ്റ്റേഷൻ എത്തി. അവിടെ വെയിലത്ത് കുണ്ടി ചൂടാക്കായിരുന്ന സ്വാമിയുടെ അടുത്ത് ആ കുഞ്ഞിനെ കഴിപ്പിച്ചിട്ട് ഇയാളങ്ങ് മുങ്ങി. അയാളാണെങ്കിൽ അന്താളിച്ചും പോയി. ഇതെന്ത് കൊണയെന്നുള്ള ചിന്തയിൽ അയാൾ നോക്കുക. എന്തെങ്കിലും ആവട്ടെ, കൈ കിട്ടിയ കുഞ്ഞിനെടുത്ത് അയാൾ നേരെ പോയത് കാശിയിലേക്കായിരുന്നു. അങ്ങനെ അവിടെ വെച്ച കുഞ്ഞങ്ങ വളർന്നു. അതാണ് നമ്മുടെ സ്വാമി ബാലയ്യ. ലവടയ വീട്ടിലുള്ളത് സാദാ ബാലയ്യ. അങ്ങനെ വർഷങ്ങൾ തോനെ കടന്നുപോയി. പതിവ് പോലെ നല്ല ദൃശ്യഭംഗിയുള്ള ഒരു പാടം. ഇമോഷണൽ സെന്റിമെന്റ്സ് വർക്ക് ചെയ്യാനായിട്ട് പതിവ് പോലെ അവരെത്തി. ഗുണ്ടകൾ കർഷകരുടെ മുണ്ടുപൊക്കി കുട്ടുന്നേരം അതിലൊരു കർഷകൻ ഒച്ചയിട്ടു, കടവുളേന്ന്. 2 വെളുത്ത കാളുകൾക്കിടയിലൂടെ വെളുത്ത കോണാനെടുത്തുകൊണ്ട് അയാളെത്തി. ആര്? ബാലയ്യ. ഗുണ്ടകളിൽ ചെസ്റ്റ് നമ്പർ 1 അറ്റാക്ക് ചെയ്യാനെത്തി. ബാലയ്യ കാലുമടക്കി തോളി വെച്ചതും യവനം കൊണ്ട് അയാൾ 1/2 കിലോമീറ്റർ പുറകിലോട്ട് തിന്നിപ്പോയി. എല്ലാത്തിനെ കുണ്ടി അടിച്ചു പിടിച്ചിട്ട് ബാലയ്യ തുടങ്ങി അയാളുടെ ഒടുക്കത്തെ ഉപദേശം. അടി കഴിഞ്ഞു എന്ന് വിചാരിച്ചപ്പോൾ എവിടെ തുടങ്ങിയിട്ടുണ്ടായുള്ളൂ. ഒരുത്തിന്റെ കാലിനടകളെ കയറി മറ്റവന്റെ കാല് പിടിച്ച് വലിച്ച് ഒരുത്തിന്റെ തല പിടിച്ച് കമത്തിയടിച്ച്. ഒരുത്തിനെ കൈനടെ തൂക്കി ബാലയ്യ നടന്നു നീങ്ങി. തലിനടക്ക് ക്ഷീണിച്ചപ്പോൾ ദാഹം മാറ്റാനായിട്ട് ഒരുത്തിനെ തലക്കടിച്ച് അവനെ തെങ്ങിന്റെ മണ്ടക്കേറ്റി അവിടെ നിന്ന് വീണു കുറച്ച് തേങ്ങ. ഇജാതി കാട്ടവരാത് തൊലി. 2 ചക്രത്തിനിടക്കൂടെ കുണ്ടി നിരിക്കൊരു പോക്കുണ്ട മോനെ. ഇവിടെ ഈ കൊണ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവിടെ തൊട്ടപ്പുറത്തെ റൂട്ടിൽ കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു പെണ്ണുമ്പിള്ള വരും. ഇതാണ് അവിടുത്തെ കളക്ടർ. ലെവളുടെ പേര് സരണ്യ. പെണ്ണിടന്ന് ഷോഫ് തുടങ്ങിയപ്പോൾ ബാലയ്ക്കാണെങ്കിൽ അവളുടെ ഒരു പ്രണയം സ്വാഭാവികം. ആസ് ഓൾവേസ് ഏജ് ഡസന്റ് മാറ്റർ ഇൻ ദിസ് യൂണിവേഴ്സ്. അങ്ങനെ പാടത്തും പറമ്പത്തൊക്കെ കറങ്ങി നടന്ന് കള്ളും മോന്തി പിന്നെ ഒരു പാർട്ടി ഡാൻസ്. അത് നിർബന്ധമാണല്ലോ. ജയ് ജയ് ബാലയ്യ, ജയ് ജയ് ബാലയ്യ. ഇതാണ് ആ പാട്ടിന്റെ ലിറിക്സ്. പാറി ഹൊയ്യരെ ഹൊയ്, ഹൊയ്യരെ ഹൊയ്, ഹൊയ് ഹൊയ് ഹൊയ്. ഇതിലാണ് നമ്മൾ കണ്ടിട്ടുള്ള ഫേമസ് ഷട്ടു ഡാൻസ് സീൻ. അങ്ങനെ പാർട്ടി സോങ് ഒക്കെ തെളിച്ചതിന് ശേഷം പിന്നീട് കഥ പോകുന്നത് അവിടെ ഒരു മൈനിങ് നടത്തുന്ന സ്ഥലത്തേക്കാണ്. അവിടെയാണ് അടുത്ത വില്ലനെ കാണിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട വില്ലനില്ലേ, അവന്റെ അതേ കൂട്ടാളിയാണ് ഇവനും. അപ്പൊ നാട്ടിൽ ഇത്രയും പ്രശ്നമൊക്കെ നടക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ബാലയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു കേട്ടോ. കല്യാണം കഴിഞ്ഞു, അടിയന്തരം കഴിഞ്ഞു. അപ്പൊ ഇതിനിടയ്ക്കാണ് ഈ ഗ്രാമത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്നൊരു സംഭവം. അവിടെ മൈനിങ്ങിലെ കൊണച്ച ആക്ടിവിറ്റി കാരണം അത് ഈ നാട്ടിലെ പിള്ളേരുടെ ഹെൽത്തിനെല്ലാം ഭയങ്കരമായിട്ട് ബാധിക്കുന്നത്രേ. പിന്നെ പറയണ്ടല്ലോ, ബാലയെ പിടിച്ചാൽ കിട്ടുമോ? കണ്ണൊക്കെ ചുവന്ന് പേശിയൊക്കെ വലിഞ്ഞു കയറിയിട്ട് പുള്ളിക്ക് പുള്ളിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ജീപ്പെടുത്ത് പുള്ളി പെട്ടയ്ക്കും നേരെ മൈനിങ്ങിലേക്ക് ചെന്ന് കഴിഞ്ഞ് 3 ടയറും പറപ്പിച്ച് പുള്ളിയുടെ വണ്ടിയെ നിർത്തി. അവിടുത്തെ ഗുണ്ടകളുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? തെക്കോട്ടും വടക്കോട്ടും ഉരുണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടയറിനിടെ കൂടെ എല്ലാത്തിന്റെ തലയും കുണ്ടി പിടിച്ച് വലിച്ചാൽ കയറ്റും. താക്കോലിന്റെ ചെങ്ങലൊക്കെ വെച്ചിട്ട് ഒരേ പുളി. അങ്ങനെ തല്ലി മെയിൻ എൻട്രൻസ് എത്തി. അവിടെ നമ്മുടെ കൊട്ടൂര വില്ലൻ ഒരു ഗേറ്റിന് അപ്പുറത്ത് നിന്നിട്ട് 2 കൂടി കൊഞ്ഞാൻ കുത്തുന്നു. ഇത് പറഞ്ഞു തീരണ്ടേ പുല്ല്. രണ്ടുപേരുടെയും ഗ്യാങ്ങിൽ നിന്ന് പിടിച്ചു നിർത്തിക്കൊണ്ട് മാത്രം അന്ന് ഭൂമി അവസാനിച്ചില്ല. യജ്ജാതി കൊണ. അങ്ങനെ ഒരു വിധത്തിൽ 2 പിടിച്ചു മാറ്റിയിട്ട് ബാലയുടെ ടീമാണെങ്കിൽ നേരെ പോകണം നടത്ത ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്നപ്പോഴാ അടുത്ത ട്വിസ്റ്റ്. ഹോസ്പിറ്റലിൽ ആരോ ബോംബ് വെച്ച് അതങ്ങ് തകർത്ത് കളഞ്ഞു. അതിന്റെ പിറകിലെ കരങ്ങൾ വേറെ ആരുടെ ഇരുന്നില്ല, നമ്മൾ ആദ്യം കണ്ടില്ലേ ആ വില്ലൻ. എന്നാൽ അതിലും വലിയ ഗതികേടായിരുന്നു പിന്നെ സംഭവിച്ചത്. ഇതിനൊക്കെ പിറകിൽ ആരായിരുന്നു? ബാലയ്യ. അങ്ങനെ പറഞ്ഞു വരുത്തി നമ്മുടെ ബാലയ്യനെ കുടുക്കിയവർ. അങ്ങനെ ബാലയ്യ ജയിലിലായതോടുകൂടി തന്നെ പിന്നെ ആ ഗ്രാമം അത് ഗുണ്ടകളുടെ കൈവശമായി. പിന്നെ പറയണ്ടല്ലോ, ഗുണ്ടകളുടെ അരിശം അവിടുത്തെ ഗ്രാമവാസികളുടെ മേലങ്ങ് തീർത്ത് മെറ്റലൊതുക്കി വെച്ചിട്ട് എല്ലാത്തിനും തേച്ചാ വിട്ടു. ഇപ്പൊ ഗുണ്ടകളുടെ താളവുമായ സ്ഥിതിക്ക് ആ ഗ്രാമത്തിൽ നിന്ന് ആർക്കും പുറത്തു പോകാൻ പറ്റില്ല. എന്നാൽ ഈ ഗ്യാപ്പിലാണ് നമ്മുടെ ബാലയുടെ കൊച്ചുണ്ടല്ലോ അതിന്റെ അസുഖം വരുന്നത്. അപ്പൊ അതിന് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണല്ലോ. ഇവിടെ ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ ബോംബ് വെച്ച് തർക്കം ചെയ്തു. ഒരു ചുവന്ന വണ്ടിയിൽ കൊച്ചിനെ താങ്ങിക്കൊണ്ടൊരു പോക്കാ പോവും. ഗുണ്ടകൾ വിടോ പിറകെ പോയി. നാടായ നാടകന്റെ പൊന്നെ അമ്മാതിരി ചെയ്സ്. എന്നാൽ പോണിനിടയ്ക്ക് പാടത്തിനിടയ്ക്കാണ്ട് ഒരു കൊണച്ച കുഴി, അതിനിടയിൽ ടയറ കുടുങ്ങി. ഡ്രൈവർ പിന്നെ ബാലയെ കണ്ടാണല്ലോ പഠിക്കുന്നത്. ഡ്രൈവർ ഹീറോയിസം കാണിക്കാൻ വേണ്ടി വാളെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. പിറകെത്തിയ ഗുണ്ടകൾ തേമ്പിയ വിട്ടു. ഡ്രൈവർ അങ്കിൾ പോയതോടെ തന്നെ പിന്നെ വേറൊരുത്തൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. എന്നാൽ അവന്റെ ആയുസ് അധികം ഉണ്ടായിരുന്നില്ല. ഒരു തോട്ടി വെച്ചിട്ട് കഴുത്താ ചെത്തി കളഞ്ഞു. അതുവരെ ഡ്രൈവിംഗ് അറിയാതിരുന്ന കൊച്ചിന്റെ അമ്മ ഒറ്റ നിമിഷത്തിൽ F1 ഡ്രൈവറായി. പാടത്തിനിടക്കടെ മിന്നിച്ചാ വിട്ടു. എന്റെ പൊന്നെ, പാടത്തുനിന്ന് പുറത്തേക്ക് ചാടി ചാട്ടം കാണണം. ചാടിയ ചാട്ടം മാത്രമേ ഓർമ്മയുള്ളൂ. ചെന്ന് കയറിയത് അവിടെ ഒരു മതിൽമേക്കും. കോച്ചിനെ താങ്ങിക്കൊണ്ട് അവൾ ഓടി, ഒരു രക്ഷയില്ലാത്തൊരു ഓട്ടം. അങ്ങനെ ഓടി ചെന്ന് അവിടെ ഒരു പാറയിടിക്കിനടുത്തേക്കായിരുന്നു. പാറയിടിക്കിനിടയ്ക്ക് കുറെ വിള്ളല്. കാല് തന്നെ കൊച്ചു താഴെ പോയി. എന്നതിന്റെ അകത്തുണ്ടല്ലോ വമ്പൻ ടെസ്റ്റ്. അവിടെ ആരാ? നമ്മുടെ ചേട്ടൻ ബാലയ്യ. ഇത്ര നാള് പുള്ളി ഗുഹയ്ക്കുള്ളിൽ കുണച്ചിരുന്നിട്ട് ഇപ്പൊ എഴുന്നേറ്റു. മോളിൽ നിന്ന് കൊച്ചു നേരെ വീണത് ബാലയുടെ കയ്യിൽ. ഒരുത്തിന്റെ അപരാധം കഴിഞ്ഞപ്പോൾ ജയിലിലേക്ക് പോയുള്ളൂ. ഇതേ അടുത്തത്. മറ്റവൻ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കാം.
പക്ഷെ ഇതെന്റെ പൊന്നോ അപരാധം പറഞ്ഞ ഏജാതി അപരാധം. കോച്ചിനെ കൈ പിടിച്ച് അയാളെ വന്ന ഗുണ്ടകളെ കാണിക്കണതാണ്. ശൂലം വെച്ച് കുത്തിയൊക്കെ നേരെ കുണ്ടിയാ പൊളിച്ചു വിടും. അങ്ങനെ പരിപാടി കഴിഞ്ഞിട്ട് ചത്തിടക്കുന്ന ഗുണ്ടകളെ തേടി പോലീസ് എത്തി. അപ്പൊ ഇതിനിടയ്ക്ക് അവിടെ ഒരു പാറക്കെട്ടിനുണ്ടായിരുന്ന വേറൊരു സ്വാമി. പുള്ളി വന്നിട്ട് ഒരുമാതിരി ഗുണാധികാരം. കണ്ടിരുന്ന പ്രേക്ഷകന്റെയും പോലീസിന്റെയും മനസ്സൊന്നായ നിമിഷം തോക്കെടുത്ത് ആ സ്വാമിനെ ചാമ്പ്യ വിട്ടു. ഇപ്പൊ ഇതേ സമയം കൊച്ചിനെ കൊണ്ട് ബാലയെ പോയത് നേരെ അവരുടെ വീട്ടിലേക്കായിരുന്നു, നമ്മുടെ ഫസ്റ്റ് ബാലയുടെ വീട്ടിലേക്ക്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ പോലീസ് എത്തി അവിടേക്ക്. തല്ല അവിടെ അവസാനിക്കുന്ന വിചാരിച്ചപ്പോൾ എവിടെ ഒരു രക്ഷയില്ല, വീണ്ടും തുടങ്ങി. പിന്നെയാണ് കരളലിയിക്കുന്നൊരു രംഗം വരുന്നത്. അതായത് ബാലയുടെ അമ്മയുണ്ടല്ലോ, അവർക്ക് ഇപ്പോഴും അവർ തിരിച്ചറിവ് വന്നേ. പണ്ട് കുറേ നാളുകൾക്ക് മുന്നേ തന്നെ എടുത്തുകൊണ്ടുപോയ ആ കുഞ്ഞ് അതിവനാണത്രേ സ്വാമി ബാലയ്യ. മോളാവാൻ എന്ന് പറയുന്നില്ല, എന്നാലും എത്രയോ വയസ്സ് ഇളയതിനെ പിടിച്ച് ബാലയുടെ അമ്മയാക്കിയിട്ട് അതിനെ വെച്ചൊരു അമ്മ പാസം. അങ്ങനെ മെയിൻ വില്ലൻ വേറൊരു സ്വാമിനെ കാണാൻ പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അയാളുടെ വക കുറെ ഗുണവധികാരം. എന്നാൽ സ്വാമി ബാലയ്യ ഇതിനോടൊപ്പം ധ്യാനം ചെയ്യാൻ വേണ്ടി വേറെ ഇടയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ ഗ്യാപ്പിലെ ഗുണ്ടകളി വീട്ടിൽ കയറി. അവർ ചെയ്ത പണ്ണലിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ബാലയ്യ വീണ്ടും എത്തി ഒരു VFX ആനയുടെ പുറത്ത്. ബാലയ്യ രംഗപ്രവേശനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അടി പൊട്ടുമല്ലോ. വാളും പിക്കാസും കോടാലിയും മാറ്റതും മറച്ചായിട്ട് ഇവന്മാർ ഓടി എത്തുന്ന സമയത്ത് ബാലയ്യ ഒറ്റയ്ക്ക് നിന്ന് അവരൊക്കെ ഇതിനെ പണിവിടും. ഇതിനിടയ്ക്ക് ഒരുത്തിന് അണ്ണാക്കി പിടിച്ച് വലിക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ രണ്ടാമത് കണ്ട വില്ലന്റെ മർമ്മം നോക്കി കുത്തി അവനെ സമാധിയാക്കും. ഇപ്പൊ ആദ്യത്തെ ബാലയ്യനെ പിടിക്കാൻ വന്ന പോലീസില്ലേ, അവര് ഇയാളെ പൊക്കാൻ വേണ്ടി വന്നേക്കുന്നു. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ബാലയ്യ സ്വാമിയാണല്ലോ, അയാളുടെ ഒക്കെ കുറച്ച് ഉപദേശം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവന്മാർക്ക് മനസ്സിലിഞ്ഞു, ഇയാളങ്ങ് വെറുതെ വിട്ടു. എന്നാൽ ഇതേ സമയം തന്നെ ആ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല. അതിനാണെങ്കിൽ ഇപ്പൊ തീരെ വയ്യ. അങ്ങനെ സ്വാമി ബാലയ്യ എന്ത് ചെയ്യും, ഒരു പൂജ നടത്തും. എന്നാൽ ഈ പൂജ നടക്കുന്നതിനിടയ്ക്ക് ആ കൊച്ചിനെ കൊണ്ടുപോകാൻ പാടില്ല, അവിടെ തന്നെ കിടത്തണം. സോ പൂജ ആരംഭിച്ചു. പറയണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ദിക്കിന്റെ ഏതോ ഭാഗത്തു നിന്നൊക്കെ ഗുണ്ടകൾ ഓടി വന്നിട്ട് കുറെ കൊണതേരം നടത്തിയിട്ട് നേരെ ഇവർക്കെതിരെ പാഞ്ഞെടുക്കും. പൊരിവയിലത്ത് ഹുഡീസ് എടുക്കുന്ന കുറെ കൊണച്ച ഗുണ്ടുകളും അവർക്കൊരു സ്വാമിയും. ബാലയുടെ അടുത്തേക്ക് പോണത് ശരിയല്ലെന്ന് മനസ്സിലായത് തന്നെ അവരെന്ത് ചെയ്തു, കയ്യിലുണ്ടായ 3 മഴ ഉണ്ടായിരുന്നു, അതെടുത്തൊരു ഒറ്റയേറ് ചുറ്റിത്തിരിഞ്ഞ് നേരെ വന്നിട്ട് ബാലയുടെ പുറത്താക്കി കയറി. എന്നാൽ അങ്ങേരുണ്ട് അറിയുന്നു പൂജയിലല്ലേ രക്തക്കണ്ട് ഒഴുക. പക്ഷെ പുള്ളിനത് ബാധിക്കുന്നില്ല. എങ്ങനെയല്ല ഈ പൂജ മുടക്കണമല്ലോ, അതാണ് അവരുടെ ഉദ്ദേശം. ഗുണ്ടകളിൽ ഒരുത്തൻ പാഞ്ഞു വന്നിട്ട് കുറച്ച് മുളക് പൊടി എടുത്ത് ബാലയുടെ കണ്ണിലേക്ക് വിതറും. എവിടെ കണ്ണൊന്ന് ചിമ്മിയ പോലും ഇല്ല. ഇനി ഒറ്റൊരു മാർഗ്ഗമുള്ളൂ പൂജ മുടക്കാൻ. കയ്യിൽ ഒരു AK-47 തോക്കുണ്ട്. ഇതെടുത്ത് തല നോക്കിയിട്ടാ ഉന്നം വെച്ചവര്. എന്നാൽ ഇതിനിടയ്ക്ക് കൊലട്ടിസ്റ്റ് ഒരു ജീപ്പ് വന്നിട്ട് എല്ലാ ഗുണ്ടകളും അങ്ങ് തേച്ചൊട്ടിച്ചു. ആരായിരുന്നത്? നമ്മുടെ നോർമൽ ബാലയ്യ. രണ്ടെണ്ണത്തിന്റെ മുഖം സെയിമായോണ്ട് തന്നെ ഗുണ്ടകളും സ്വാമിയോട് കൂടി ഒരു നോട്ടമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറി നോട്ടം. എന്റെ പൊന്നെ എജ്ജാതി സീറ്റ്. ആദ്യ ബാലയെ തല്ലണക്കുന്ന സമയത്ത് എവിടെന്നെങ്കിലൊക്കെ 2 കാളകൾ വരുമല്ലോ, നമ്മൾ ആദ്യം കണ്ടാലും തന്നെ. അങ്ങനെ ഒക്കെ അതിനെ ചിന്നിച്ചെതറിച്ച് അടിച്ച് പരത്തി കഴിയുമ്പോഴേക്കും പൂജ കഴിയും. കൊച്ചു കണ്ണുറക്കും. പിന്നെ പറയാനുണ്ടോ, പുറകെ തറച്ച മഴ വായ കൊണ്ട് കടിച്ചെടുത്തിട്ട് പുള്ളി തൊട്ടങ്ങുവങ്കം 14 ലോകം കാണിക്കും ഗുണ്ടകളെ. അങ്ങനെ ഒക്കത്തിന് ചാമ്പി കഴിഞ്ഞിട്ട് മെയിൻ വില്ലൻ ഉണ്ടല്ലോ, പുള്ളിനെടുത്ത് ആ കാളുടെ കൊമ്പിലെ കുത്തി കയറ്റിട്ട് കൊന്നു. അങ്ങനെ എല്ലാം ചത്ത്. ആകെ ക്ഷീണിതനായ ബാലയ്യ 2, അതായത് നമ്മുടെ സ്വാമി ബാലയ്യ, അങ്ങേര് കോണാനെടുത്ത് നേരെ പോയി ധ്യാനിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മറ്റേ ബാലയ്യ അങ്ങേര് കുടുംബമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഈ ഒരു തൊലിഞ്ഞ് എൻഡിങ് കാണിച്ചുകൊണ്ട് ഈ ഒരു പടം അവസാനിക്കുക.